കാസ്ട്രോഡ് അല്ലല്ലോ. കണ്ടിട്ടുണ്ടോടാ? കണ്ടിട്ടുണ്ട്. കാണാത്തവരാരുണ്ട്? ടി വി കണ്ടതല്ലേ അണ്ണു? നീ ടി വി കണ്ടോ? ആ ഞാൻ ടി വി കണ്ടതാ. അത് ഇത് ആണോ? വേറെ ആരും ഇല്ല ഐജിയിലായിട്ടെന്നോ. ഇത് ടി വി അറ്റാക്കിംഗ് അല്ലേടാ? അല്ല കെ വി അറ്റാക്കിംഗ് അല്ലേ? കെ വി എല്ലാരും ഈ ഒരു ബിൽഡിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. അവര് എന്താണ് പ്ലേയേഴ്സ് എല്ലാരും പുഷ് ചെയ്ത് ഡൗൺ ആയിട്ടുണ്ട്. ഡൗൺ ആയിട്ടുണ്ട്. ഹാർഡ് റഷ് ആണ് കെ വി ട്രൈ ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ ആ ഒരു ഹാർഡ് റഷ് ഓൾറെഡി ടി ജി അത് ആന്റിസിപ്പേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഒരു ഹാർഡ് റഷിൽ 2 വിക്കറ്റ് കെ വിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ടി ജി എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ കെ വിയെ അതിൻ്റെ അകത്തോട്ട് കയറി കൊടുത്തിട്ടുണ്ട്. കെ വിക്ക് ഹിറ്റ്മാനെയും അതേപോലെ തന്നെ അൾട്രോണെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഓപ്പൺ ചെയ്തത് 2 പേര് കത്ത്. അതും ഇനി എന്ത് തലേ വരുമോ? അല്ല നമ്മള് ഡി ജി ആയിട്ട് അതിലാണോടാ? എന്താണ് എന്റെ പൊന്നിയായിട്ട് ഇത് KV DG യാ. സിറ്റിക്ക് ആരാ പറഞ്ഞിട്ട് കളിക്കുന്നവരുടെ അടുത്ത്? ക്യാമ്പ് സൈസ് കുറവാണോ കൂടുതലാണോ? കൂട്ടണോ കുറയ്ക്കണോ? കുറവാ. ഇതിപ്പോ പഴയത് തന്നെയല്ലേ എണ്ണം വെച്ചത്? കുറച്ചിട്ട് വണ്ടിയിലുണ്ട്. നിക്കി അവിടെ വണ്ടിയിലുണ്ട്. മാലിക് ഈ ഒറ്റയ്ക്ക് റൊട്ടേഷൻ അവിടെ ഹാർഡ് റഷ് ചെയ്യാൻ ശ്രമിച്ച് കെവിയെ ആക്ച്വലി ഡൗൺ ആയിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു മണ്ട മൂവ് ആയി പോയത്. പറയാതിരിക്കാൻ വയ്യ. ഹിറ്റ്മാൻ 2 പേര് അത്രയും പേര് നിൽക്കുന്നതിനകത്ത് 2 സൈഡിലോട്ട് ഓടി കയറി പോയത് ഭയങ്കര ഇതായി പോയി. അവിടെ പ്ലാൻ എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സ് കൂടെ വന്നില്ലെന്ന്. 007 ഉണ്ടോ? എടാ ഞാൻ സത്യം പറയല, മേടിച്ചത് പോലും ഇല്ലടാ. മേടിച്ചു പോലും ഇല്ല ഗെയിം. ഞാൻ ഉറക്കമായിരുന്നു സത്യം പറഞ്ഞ. ഉറങ്ങി എണ്ണീറ്റതേ ഉള്ളൂ ഞാൻ. DJ മാലിക് ഇവിടെ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബിൽഡിംഗിൽ കയറുന്നുണ്ട്. സോണിന്റെ അടുത്തൊരു 2 മിനിറ്റിനുള്ളിൽ അറിയാൻ പറ്റും. സത്യം പറയല, അടുത്തൊരു സോൺ ഷിഫ്റ്റ് സ്ലീവ് സർക്കിൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉച്ചവരെ ഇരുന്നതാ. ഞാൻ മേടിച്ചില്ല സത്യം പറയാം. അതെന്റെ എനിക്കറിയാം, ഞാൻ ഇന്നലെ പറഞ്ഞാണെന്ന് വെച്ചാൽ ഞാൻ മേടിക്കാൻ ഇതായതാ. ഞാൻ എണ്ണീറ്റതേ ഉള്ളൂ കുറച്ചു മുമ്പ്. ഇന്നാണ്. അതേപോലെ തന്നെ നിങ്ങൾ കോച്ചിന്റെ ഉച്ചക്കത്തെ ലൈവ് എടുത്ത് നോക്ക്. കോച്ചിന്റെ അടുത്ത് ഇന്ന് ഉറക്കം റീസെറ്റ് ചെയ്യാൻ 24 hours ഇരിക്കാന്ന് പറഞ്ഞ് പുള്ളിയെ കൊണ്ട് ലൈവ് ഇടിപ്പിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് പോയി കിടന്ന് ഉറങ്ങി. കോച്ച് ഇന്ന് 1:30 വരെ കളിച്ച് ചേർത്തേട്ടാ. 1:30-2 മണി വരെ 1:30 വരെ കളിച്ച് ഇന്ന് ഫോർസാ. ഇന്ന് ഉച്ചയ്ക്ക് 1:30 വരെ ഫോർസ് കളിക്കുമായിരുന്നു. 3:30 மணிக்கு தான் போய் ஓகே கோகு இல்லன்னா நீ ஆர்பி போயிட்டு அதனால நான் போயிല്ല. അവരെല്ലാരും ബൈ ഫുഡ് കയറി വരുന്നുണ്ട്. DJ മൈക്കിക്ക് അവിടുന്ന് നല്ലൊരു ടാഗ് കിട്ടി. മൈക്കി തിരിച്ചകത്തോട്ട് കയറി. എന്തിനാ റിസ്ക് ചെയ്ത് എനിക്ക് എന്റെ മനസ്സിലാവുള്ള ജോസൂട്ടിനെ അവർ സ്പോട്ട് ചെയ്തു. മാമച്ച സ്പോട്ട് ചെയ്തു. മാമച്ച അവിടെ ഓടിച്ചിട്ടുണ്ട്. പൂച്ചക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്, സൈഡിൽ ഇരിപ്പുണ്ട്. പൂച്ചയെ പോലെ ഫ്ലെക്സർ ഇവിടുന്ന് കയറി ഫയർ നല്ല പാടാണ്. ഇല്ല സിമ്പിളാ. നീ എത്ര കൊല്ലമായിടാ നീ ടി വി കളിക്കുന്നല്ലേടാ? നീ എത്ര കൊല്ലമായിടാ ടർഫ് കളിച്ചിട്ട്? നീ ടർഫ് ലാസ്റ്റ് കളിക്കണത് 5 കൊല്ലം മുമ്പാ, മനസ്സിലായാ? ജയിക്കത്തില്ലെന്നൊന്നും അല്ല പറയണത്. പാടാണെന്നാ പറഞ്ഞത്, അല്ലാതെ സിമ്പിൾ ആണെന്ന് പറയാൻ. നീ നിനക്ക് എന്ത് സിമ്പിള്? മാലിക്കിനെ കയറി അടിക്കാൻ നോക്കുന്നുണ്ട് അവൻ. പക്ഷെ ഇപ്പോഴും പോരാ. 2 പ്ലേയേഴ്സിനെ കളിക്ക് മുന്നേ. പക്ഷേ അതിനു മുമ്പ് അവർ ഈ ഒരു പുഷ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു അഡ്വാൻറ്റേജ് കെവിക്ക് കിട്ടിയേനെ. ബട്ട് നഷ്ടമായ സ്ഥിതിക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഇനിയും ഒരു പിക്ക് കൂടെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കെവിക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയുള്ളൂ. നോക്കുകയാണെങ്കിൽ കെവിയുടെ TGയുടെ പ്ലേയേഴ്സ് എല്ലാവരും ആ ഒരു ബിൽഡിംഗ് വിട്ട് ഈ ഒരു ബിൽഡിങ്ങിലോട്ട് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോൺ ഷിഫ്റ്റ് ആയി ഈ ഒരു ബിൽഡിങ്ങിലേക്ക് അവരുടെ 6 പ്ലേയേഴ്സോളം
ഈ ഒരു ബിൽഡിങ്ങിലോട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ചെറുതാക്കാമോ? ഇനിയും But ഇനി ചെറുതാക്കാമോ? ഒരു ട്രാൻസിഷൻ ഭയങ്കര പാടായിരിക്കും. ബട്ട് സ്റ്റിൽ സേവിയർ താഴെ ഹോൾഡ് ചെയ്യണം. അതേപോലെ കൊമ്പൻ അതാണ് ഇത് correct വിരാം, എപ്പോഴും അതേപോലെ live ഒക്കെ ഡൊമിനിക് fix ആയിട്ട് അവിടെ 250 ആണ്, ബൈ ഫുട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിലുള്ളത് നിന്ന് നല്ലൊരു സ്പ്രേ അവർക്ക് കിട്ടാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അവരുടെ പ്ലേയേഴ്സ് എല്ലാവരും മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്രോസിംഗിൽ തന്നെ KVക്ക് നല്ല പ്ലേയേഴ്സിന് നഷ്ടപ്പെടാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. എന്തായിരിക്കും KV ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇല്ല, ഇത് എന്റെ അഭിപ്രായത്തിൽ ഈസിയാണിത്. എടാ കണ്ണാപ്പി, ഇത് ഈസി ഒന്നും അല്ല, കളിച്ചെടുക്കേണ്ടി വരും. ഈസി എന്നൊന്നും പറയല്ല ഇവിടുന്ന്. ചുമ്മാ ഇരുന്ന് ഇത് പറയണം. അവരെ കളിച്ചെടുക്കേണ്ടത് വരും. എല്ലാവർക്കും നല്ലൊരു ടാഗ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവര് ആ വലിയ ഡാമേജ് ഇല്ലാതെ തന്നെ ഈ ഒരു ഏരിയ കക്കാശി ലിറ്ററലി ലോ ആണ്. TJ ജോസൂട്ടി ബാക്കിൽ തടിക്കുന്നുണ്ട്. ജോസൂട്ടി അവിടെ കാട്ടിയിരിക്കുന്ന ഒരു കാര്യം ആർക്കും അറിയത്തില്ല. മൈക്ക് അവിടെ എല്ലാവരും ഓടി ഇതിന്റെ അകത്തോട്ട് വന്നോണ്ടിരിക്കുകയാണ്. വാസ്കോ ആൻഡ് ഹോക്കി ആ ഒരു ബിൽഡിംഗിനകത്തോട്ട് കയറുന്നുണ്ട്. കൊമ്പൻ എടുക്കാനാണെന്ന് ട്രൈ ചെയ്തെന്ന് തോന്നുന്നു. വാസ്കോ വേഴ്സസ് കൊമ്പൻ. TJ കൊച്ചുകുഞ്ഞിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഡൗൺ ആയിരിക്കുകയാണ്. കൊമ്പൻ അവിടെ കയറി ചെന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. എടാ ജോസൂട്ടി ഫെക്സർ നല്ലൊരു ടാഗ്. ഫെക്സർ കേറിയിട്ടുണ്ട്. ഫെക്സർ അവര് തമ്മി ഫെക്സർ അവിടെ ഫെക്സറിനെയും അതുപോലെ അക്യൂസോടെ കക്കാശി അടിച്ചടാ ഫെക്സറിനെ. മൈക്ക് തിരിഞ്ഞു വാസ്കോ അതിനകത്തോട്ട് കയറി KV ഡ്രക്കൻ വിടാമിന് പിക്ക് ചെയ്തിട്ടുണ്ട്. പോയി വീണ് കൊമ്പൻ വേഴ്സസ് വാസ്കോ. കൊമ്പൻ വാസ്കോനെ പിക്ക് ഓഫ് ചെയ്തു. ഇന്ത് ചൂടൻ മാത്രം ബാക്കി. ഇന്ത് ചൂടനോ? നമുക്ക് TJ ആയിട്ടില്ലേ ഇപ്പൊ ടർഫ് ഉള്ളത്? അതെ ആ TJക്ക് വോട്ട് ചെയ്തവർക്ക് നല്ല റിട്ടേൺ കിട്ടും. ഇന്ത് ചൂടൻ അവിടെ ജോണസ് മീക്കനെ പിക്ക് ഓഫ് ചെയ്തു. നിക്കി പൂവള്ളി ഇന്ത് ചൂടിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കളിച്ചു തോന്നുന്നു. TGA ചേംബർ ഹിൽസ് ഡിഫെൻഡിങ് TGA TJയുടെ പ്ലേയേഴ്സിനെ പോയിന്റ് കൊടുത്തേരെ. TJക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്ക് പോയിന്റ് കൊടുത്തേരെ. തീർന്നല്ലേ? ഇറക്കുണ്ടോ ഇവിടെ? ഇവരിവിടെ വന്നോ? മണ്ടല ആളില്ല ഇപ്പൊ. ടെറിട്ടറി ഇട്ട് കൊടുത്ത് ഫൈറ്റ് എടുക്കുന്ന പോലെ ആയല്ലോ. ഇവര് ഹോൾഡിങ് ഈ അവരുടെ ഭാഗത്ത് വരാണെങ്കിൽ പെട്ടോട്ടോ. ഇന്ന് പറഞ്ഞൊരു പോർച്ചുഗലിന്റെ കളിയുണ്ട്. ഇന്നാണോ വേൾഡ് കപ്പ് തുടങ്ങുന്നേ? അല്ലല്ല, ഫ്രണ്ട്ലി ചിലി. സോൺ മാറി. സോൺ മാറിയല്ലേ? സോൺ മാറിയപ്പോ അങ്ങോട്ട് പോയതല്ലേ? ഓക്കെ. ഡൗൺ ഉണ്ടോ? ഇല്ലല്ലോ. 12 രണ്ട് സൈഡിലും ഓക്കെ. സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ബട്ട് ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. കാരണം TJ ആണ് പിക്ക് എടുക്കേണ്ടത്. സോ ആ ഒരു പിക്ക് എടുക്കാൻ TJ ട്രൈ ചെയ്തേ മതിയാവൂ. കാരണം TVക്ക് കയറി വരേണ്ട ഒരാവശ്യവുമില്ല. സോ എന്താണ് TJ ചെയ്യാൻ പോകുന്നത്? കാരണം ഈ ഒരു സോൺ ഷിഫ്റ്റും അവർക്ക് എത്തിയെങ്കിൽ പോലും TV അത്യാവശ്യം നല്ലൊരു ആംഗിൾ എടുത്തു വെച്ചിട്ടുണ്ട്. TJ അവിടെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. പിക്ക് എടുത്തിട്ട് അവർ ഇരിക്കുകയാണെങ്കിൽ അർത്ഥമുണ്ട്. കറന്റ് സിനാരിയോ സോൺ ഇൻഫ്ലുവൻസ് 11-11 TJ 11 പേരും. ഉണ്ടല്ലേ? കണ്ണനായാൽ രാമനായാൽ സീത വീണം. കഴിച്ചെണ്ണോ? ആരാ ജോക്കിയാണോ ചോദിച്ചത്? കഴിച്ചോ?
സോൺ ഇപ്പുറത്തെ ഇത് എങ്ങോട്ട് വേണേലും പോടാം. മിക്കവാറും അമ്മാർ ഇങ്ങനെ വരും സോൺ. മിക്കവാറും അടുത്തത് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ അയക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങോട്ടോ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ വരാനാണ് മോസ്റ്റ്ലി ചാൻസ് കൂടുതൽ. എന്താണ് TGA ചെയ്യാൻ പോകുന്നത്? ഇതെണ്ണ കഴിച്ചോണം. ആടെ ഞാൻ കഴിച്ചു. ആ ടാങ്ക് പൊട്ടുന്നതാണോ? അല്ല ഇതൊന്നും പൊട്ടത്തില്ല. ഇതിനകത്ത് ഏതോ പൊട്ടുന്ന ടാങ്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് റെഡ് കളർ പൊട്ടുന്നു. ഇത് പൊട്ടുവോ? ഇതല്ലേ പൊട്ടുന്നത്. ആ ഇത് 2 പൊട്ടു. ഇത് പൊട്ടൂലല്ലോ. ഇത് സ്റ്റീലിന്റേതാ. അത് പൊട്ടൂല. ദേവട്ടിനോട് ഇറങ്ങി. ലെക്സ് ആ ഒരു ബിൽഡിങ്ങിലോട് എത്തിയിട്ടുണ്ട്. TP ആണ് അടിച്ചതെന്ന്. TP ആണോ അമ്മാരെ കൂടെ അടിച്ചത്? TGA മനസ്സിലാക്കേണ്ട ഒരു കാര്യം, TGA ആണ് അറ്റാക്കിങ് എന്നുള്ളൊരു കാര്യം TGA മനസ്സിലാക്കണം. കാരണം ഇവിടെ തന്നെ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ല. അവരൊരു ഓപ്പണിംഗ് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ വണ്ടി ലീക്കായ കാര്യം പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞു. ഓ ജോസൂട്ടി ആ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടക്കോട്ട് കയറിയിട്ടുണ്ട്. ലെക്സിന്റെ ആ ഒരു ഏരിയയിലോട്ട്. ഓ ജോസൂട്ടി അവിടെ എത്തിയേട്ടാ. ഓ അവര് അഗ്രസീവ് അവര് കേറിക്കൊണ്ടിരിക്കുവാണ്. ശ്രദ്ധിച്ചില്ല നീലൻ ബാക്കപ്പ് വന്നു. ജോസൂട്ടി ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് വേറെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മണ്ട കയറാൻ ഞാൻ സലികുമാർ മരിച്ചുപോയോ? ആശുപത്രിയിലാണെന്ന് പറഞ്ഞു കേട്ടോ. സീരിയസ് ആണ്. അയ്യോ ഓ ജോക്കി മരിച്ചുപോയോ? ഓ അവര് പുഷ് ചെയ്ത് വരുന്നുണ്ട്. കൺഫേംഡ് ആണോ? മരിച്ചുപോയോ സലികുമാർ? ഓ കൺഫേംഡ് അല്ല. പുള്ളിക്ക് വയ്യായിരുന്നു. അത് ഞാൻ അറിഞ്ഞായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു ഉച്ചക്ക്. ഓ മെസ്മോ ഇവിടെ നല്ലൊരു റൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് അവര് പറഞ്ഞ് പുഷ് ചെയ്ത കണ്ടോ? സ്പോട്ട് ചെയ്തോ? ഒരു പുഷ് ഞാൻ കൺഫേംഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. കൺഫേം ആണ്. ഇവരുടെ എല്ലാം ചാനലുകൾ നോക്കിയേ. ന്യൂസിലൊന്നും വന്നില്ല. അതാ ന്യൂസിലൊന്നും വരാനൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഗൈസ്. ഇത്രയും പേര് കാണുന്ന ലൈവാ. കൺഫേം അല്ല. നമുക്ക് നോക്കിട്ട് പറയാം. ഒന്ന് നോക്കാം. പാപ്പാ നീ എത്ര 18 വന്നല്ലോടാ. മാർക്കോ മെയിൻ സിറ്റി അപ്പാണോ ഡൗൺ ആണോ? പുള്ളി പറയുന്നത് കേൾക്കുന്നില്ല നീ? ഇനി സോൺ മാറുമോ? ഇനി ഒരു സോൺ ഷിഫ്റ്റ് കൂടെ ഉണ്ട്. 15 മിനിറ്റിലോ 13 മിനിറ്റിലോ എന്താന്ന് തോന്നുന്നു. വന്ന് ഓ മൈ ഗോഡ്.
സോൺ എങ്ങോട്ടാണ്? ആ ഒരു സോൺ ഷിഫ്റ്റിന്റെ അഡ്വാൻറ്റേജും TJ-ക്ക്. TJ-യുടെ നേർക്കാണ് സോൺ ഞാൻ ഷിഫ്റ്റ് പറഞ്ഞില്ലേ, അത് അങ്ങനെ പോകത്തുള്ളൂ. ആ സോൺ എല്ലാരും അങ്ങനെ TJ-യുടെ എടുക്കയിലോട്ട് ചെല്ലേണ്ടിയിരിക്കുന്നു. എന്താണ് ചെയ്യാൻ അങ്ങനെ തന്നെ പോകുന്നത്? വന്നാ സോൺ നല്ലൊരു അഡ്വാൻറ്റേജസ് പൊസിഷനാണ് TJ-ക്ക് കിട്ടിയിരിക്കുന്നത്. TVAക്ക് സോണിൽ കയറണം, ഇങ്ങനെ ബട്ട് തന്നെ എവിടെ എങ്ങനെ കയറും എന്ന് അവര് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഗതികേട് നോക്കണടാ, ഗതികേട്. നമുക്ക് സോൺ കിട്ടൂല ഗൈസ്. നമുക്ക് നോക്കുവാണെങ്കിൽ ജോസൂട്ടി റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. അവർ ആ പൊസിഷനിലോട്ട് സോൺ വരുമെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്ത് അവിടെ തന്നെ നിന്നു. അടി കിട്ടി. ഓ ജസ്റ്റ് മിസ്. കുറച്ച് സെക്കൻഡ് കൂടെ കഴിയുമ്പോഴത്തേക്ക് സോണ് വരും, അത് കൂടെ ശ്രദ്ധിച്ചോളാം കേട്ടാ. TJ എല്ലാരും സോണിന്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് നോക്കണം. അയ്യോ ഡോർക്കി അവിടെ നിക്കലടാ, അത് പൊട്ടുവടാ. അത് നീല ഒറ്റയ്ക്ക് നീലിനെ അവര് രണ്ടുപേരാണ് ആ ഒരു ഏരിയയിലുള്ളത്. നീലേ ജോസൂട്ടി നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. ചെലപ്പോ ഈ സാമാനം പൊട്ടിയ അടുത്തിരിക്കുന്ന എല്ലാം വേണം തീരും കേട്ടാ. ആ കണ്ടാ ബ്രാവ് വരെ ജോസൂട്ടി അവിടെ വണ്ടിയായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, ജോസൂട്ടി അവിടെ വണ്ടി ആയിട്ട് ഓൾമോസ്റ്റ് എത്തി. വണ്ടി റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടാഗ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. വണ്ടിയിലെ മണ്ടേക്കറി അടിക്കാനുള്ള ജാസി ബ്രോ ഹായ്, വെൽക്കം സ്ട്രീം. ജാസി ബ്രോ വെൽക്കം സ്ട്രീം. TV പ്ലേയേഴ്സ് തോന്നുന്നു. പക്ഷെ എല്ലാരും ഒരുമിച്ച് അടിക്കുന്നു, മനസ്സിലായോ? പിക്ക് വീഴാനുള്ള ചാൻസ് വളരെ അധികമാണ് TVക്ക്. ബട്ട് സ്റ്റിൽ ഡൊമിനിക് ഡൗൺ. വീണ് ചത്തിട്ടുണ്ട്. വില്ലൊരു പിക്ക് എടുത്തു. വില്ലു കൊമ്പനെ പിക്ക് ചെയ്തിട്ടുണ്ട്. വില്ലു ലെക്സ് ഒരു പിക്ക് എടുത്ത്. ഡോർക്കി ആൻഡ് ജുഗ്രു ഇവിടെ അഖിൽ ജോർഡിനെ അതേപോലെ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിക്കി ചെയ്തിട്ടുണ്ട്. അവിടെ ഓടി വരുന്നുണ്ട്. ഡെസ്ട്രോ നിക്കിനെ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. റാവുമോൻ ഡൗൺ. നല്ലൊരു നല്ലൊരു ഡിസിഷൻ ആയിരുന്നിട്ട് പോലും പുഷ് ചെയ്ത് ആ ഒരു ടർഫ് ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. നല്ല കിടിലം കളിയായിരുന്നു നമ്മൾ കണ്ടത്. നല്ല കിടിലം കളി. വെൽ പ്ലേഡ്. നല്ല നൈസ്. ലാസ്റ്റ് രണ്ട് സോണും TJക്ക് അഡ്വാൻറ്റേജ് കിട്ടിയിട്ട് പോലും TVയെ അവിടെ കയറി പുഷ് ചെയ്ത് നല്ല കിടിലൻ ഒരു കളിയാണ്. താഴെ വീട് ചത്തല്ലടാ, അത് ഡെഡ് ആയിട്ട് അവിടെ പോകുമ്പോൾ അവിടെ വീട് ചാവുന്നേ. ഡെസ്ട്രോ എല്ലാരും അടിച്ച് ഡോർക്കി കളിച്ച്, ഡെസ്ട്രോ കളിച്ച്, എല്ലാരും കളിച്ച്, നീലോട്ട എല്ലാരും കളിച്ച്. TJ നന്നായിട്ട് കളിച്ചാണ്. TJക്ക് നല്ല അഡ്വാൻറ്റേജ് ഉള്ള പൊസിഷൻ ആയിരുന്നു. അവന്മാര് ഉദ്ദേശിച്ചെടുത്ത് സോൺ വന്ന് മനസ്സിലായത് തിരിച്ചു പിടിച്ചതാണ്. TJയുടെ അവിടെ MRC